ഹായ്, വെൽക്കം ടു ആർച്ചി വ്ളോഗ്സ്. ഇന്ന് നമുക്ക് പപ്പടം കൊണ്ട് രണ്ട് വ്യത്യസ്തമായ കറികൾ ഉണ്ടാക്കാം. ആദ്യമേ തന്നെ ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച പപ്പടം രണ്ട് ബാച്ചായിട്ട് വറുത്തെടുക്കാം. പപ്പടം ഇപ്പോൾ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ഇനി നെക്സ്റ്റ് ബാച്ച് ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങളിവിടെ ആദ്യം കാണിക്കുന്നത് പപ്പടം ചമ്മന്തിയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ പപ്പടം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് ഒരു 4 വറ്റൽമുളക് ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഇല്ല എങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. ഇനി നമുക്കൊരു 5-6 ചെറിയ ഉള്ളി നന്നായിട്ട് ഇതേപോലെ വറുത്തെടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ വേപ്പില ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ചേർക്കാത്തത്. വേപ്പിലയും ഇട്ടാൽ നമ്മുടെ ചമ്മന്തി ഒരു വേറൊരു ലെവലായിരിക്കും. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കഷ്ണം വാളംപുളി ചേർക്കാം. വാളംപുളിയും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ചമ്മന്തിക്ക് എടുത്തേക്കുന്നത് അരമുറി നാളികേരമാണ്. അരമുറി നാളികേരത്തിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് വറുത്ത മുളകും ഉള്ളിയും പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് നന്നായി ചതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ച പപ്പടം ചേർക്കാം. ഞാനിവിടെ ഒരു 3 പപ്പടമാണ് ചേർത്തേക്കുന്നത്. ഇനിയിപ്പോൾ പപ്പടം ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ രുചികരമായ പപ്പടം ചമ്മന്തി റെഡി. ഇനി അടുത്തത് നമുക്ക് പപ്പടം മുളകിട്ടത് ഉണ്ടാക്കാം. പപ്പടം ഓൾറെഡി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായ ശേഷം ചെറിയ ഉള്ളി നമുക്ക് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുളക്, അതായത് ചതച്ച മുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. മുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കണ പപ്പടം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ആ ചെറുചൂടിയിലൊന്ന് നമുക്ക് പപ്പടം നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പപ്പടം മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്